ഈ ഒരു മ്യൂസിയത്തിൽ ഒരു മിനിറ്റ് ഒരു ആർട്ട് കാണാൻ ഒരാൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം 8 മണിക്കൂർ ചെലവഴിച്ചാൽ കൂടി 15 വർഷം എടുക്കും ഈ ഒരു മ്യൂസിയത്തിലെ എല്ലാ ആർട്ട് വർക്കും കാണാൻ വേണ്ടിയിട്ട്. റഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു മ്യൂസിയത്തിന്റെ പേരാണ് ഹെർമിറ്റേജ് മ്യൂസിയം. എല്ലാ ദിവസവും ഈ മ്യൂസിയം ഓപ്പൺ അല്ല, നമ്മൾ എപ്പോഴും ഗൂഗിളിൽ നോക്കിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓൾസോ ക്ലോസിംഗ് ടൈമിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും എത്തണം. ഈ ഒരു മ്യൂസിയം കാണാൻ നമുക്ക് 2 hours ആണ് ടൈം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. മ്യൂസിയം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷം ഇവിടെ എത്താറുണ്ട്. പക്ഷേ ഇത് ആദ്യം ഉണ്ടാക്കിയപ്പം ഇത് ഒരു മ്യൂസിയം ആയിരുന്നില്ല, ഇതൊരാളുടെ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു വസതിയായിരുന്നു. 18th സെഞ്ച്വറിയിൽ റഷ്യയിലുണ്ടായിരുന്ന ഒരു രാജ്ഞിയായിരുന്നു കാതറീൻ ദ ഗ്രേറ്റ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ കലാസൃഷ്ടികൾ പല സ്ഥലത്തുനിന്ന് ശേഖരിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ ശേഖരിക്കുന്ന പോലെ 1-2 ഒന്നല്ല, പുള്ളിക്കാരി ഒരു 1000 പെയിൻറ്റിങ്സും അങ്ങനത്തെ ആർട്ട് വർക്ക്സ് ഒക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. യൂറോപ്പിൻ്റെ പല സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ വിചാരിക്കും പുള്ളിക്കാരിക്ക് ആർട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത് കളക്ട് ചെയ്യുന്നത്, പക്ഷെ അല്ല. പുള്ളിക്കാരി ഇങ്ങനെ കളക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ ഭയങ്കര ശക്തമാണ്, അതിൻ്റെ സംസ്കാരവും ഭയങ്കര ശക്തമാണ്. അങ്ങനെ ഈ ലോകത്തിന് മുന്നിൽ റഷ്യ ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പുള്ളിക്കാരി ഈ ഒരു സംഭവം ചെയ്തത്. ഇത്രയും ആർട്ട് വർക്ക്സും പെയിൻറ്റിങ്സും എല്ലാം ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് വേറെ ആർക്കും കാണാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരി ഇങ്ങനെ തമാശയ്ക്ക് പറയും, ഇത് എനിക്കും എൻ്റെ എലികൾക്കും മാത്രമേ കാണാനുള്ളതാണെന്ന് വെച്ചാൽ വേറെ ആർക്കും കാണാൻ പറ്റാത്ത അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ഹെർമിറ്റേജ് മ്യൂസിയം. പിന്നെ ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മ്യൂസിയത്തിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പൂച്ചകൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ബേസ്മെൻറ്റിലുണ്ട്. അതായത് ഈ ഹെർമിറ്റേജ് മ്യൂസിയത്തിൻ്റെ ബേസ്മെൻറ്റിൽ കുറേ പൂച്ചകൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കാണാതെ ഇവർ ഗാർഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവം കൊണ്ടുവന്നത് പീറ്റർ ദ ഗ്രേറ്റ് ആണ്. അപ്പം ആക്ച്വലി ഇവിടുത്തെ എലികളുടെ ശല്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൂച്ചകളെ കൊണ്ടുവന്നത്. അതിനുശേഷം ഈ പൂച്ചകൾ ഇവിടുന്ന് പോയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഹെർമിറ്റേജ് മ്യൂസിയത്തിന് വേറൊരു കഥ കൂടിയുണ്ട്. അതായത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ഇവിടെ നല്ലപോലെ ബോംബ് ആക്രമണവും പലതരത്തിലുള്ള ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് അന്ന് ലെനിൻഗ്രാഡ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ഒരു സിറ്റിയെ. അപ്പം ആ ഒരു സിറ്റിയിൽ നല്ലപോലെ ആക്രമണം നടക്കുകയും അവിടുത്തെ കോമൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നല്ലപോലെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യത്തിന് സപ്ലൈ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു 900 ഡേയ്സോളം ഈ ആക്രമണം നിലനിന്നിരുന്നു. അപ്പോൾ ആ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും, നാട്ടിലുള്ള എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പട്ടിണി കാരണം മരിക്കുകയും അങ്ങനെ പല അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്തിരുന്നു. അപ്പം ഈ ഹെർമിറ്റേജ് മ്യൂസിയത്തിലെ ആൾക്കാർക്ക് നേരത്തെ ഈ യുദ്ധത്തിനെ കുറിച്ചൊരു അറിവുണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് 90% ഓഫ് ദ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സൊക്കെ അവർ സേഫായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോംബാക്രമണം നടന്നപ്പോൾ ഇവിടെ അങ്ങനെ ഇത് എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ അധികം സാധനങ്ങളൊന്നും നശിക്കപ്പെട്ടില്ല. റഷ്യൻ റെവല്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പാലസ് പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്തത്. അതുവരെ ഇത് പാലസ് ആയിരുന്നു. അതിന് ശേഷമാണ് ഇതൊരു ഹെർമിറ്റേജ് മ്യൂസിയം ആയിട്ട് മാറിയത്. വേൾഡ് ഫേമസ് ആർട്ടിസ്റ്റ് ലൈക്ക് ലിയോണാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, ഇവിടെയൊക്കെ ചിത്രകലാ ശേഖരങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടുത്തെ കലാസൃഷ്ടികളൊക്കെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രത്യേക ലാബുകളൊക്കെ ഉണ്ട്. അവരുടെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എല്ലാം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ചില പിക്ചേഴ്സ് അല്ലെങ്കിൽ ചിത്രകലകളൊക്കെ എപ്പോഴും എക്സിബിറ്റ് ചെയ്യത്തില്ല, ചില സമയത്ത് മാത്രമേ ഇത് കാണിക്കത്തുള്ളൂ. ഇങ്ങനെ റൊട്ടേഷൻ പോലെയാണ് കാണിക്കുക. അപ്പം എല്ലാം ഒന്നും എപ്പോഴും കാണാൻ പറ്റത്തില്ല. പിന്നെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പല ക്രാഫ്റ്റ്സും ബിഫോർ ക്രൈസ്റ്റ് ആ ഒരു സമയത്തുള്ളതുകൊണ്ട് 100-1000 വർഷം പഴക്കമുള്ള കുറേ സാധനങ്ങളുണ്ട്. ഈവൻ സ്കെൽട്ടൻസും പിന്നെ ഈജിപ്തിലെ മമ്മീസും അതുപോലെ തന്നെ ഫ്യൂണറൽ മാസ്കും, അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഞാനിത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു പോയതുകൊണ്ടാണ്. ചില റൂംസ് എന്തൊക്കെ വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഫുൾ പെയിൻറ്റിങ്സ് മാത്രമുള്ള എക്സിബിഷൻ റൂംസൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫീലാണ് ഇത് കാണുമ്പോൾ. ഇനി വിൻ്റർ പാലസ് ആൻഡ് ഹെർമിറ്റേജ് മ്യൂസിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, പക്ഷേ രണ്ടും സെയിം കാര്യമല്ല. വിൻ്റർ പാലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തും എക്സിബിഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ശരിക്കും പറഞ്ഞൊരു പാലസ് ആയിട്ട് തന്നെയാണ് നിലനിന്നിരുന്നത്. ഈ ഒരു ബിൽഡിംഗ് നേവ റിവറിൻ്റെ മേളിലാണുള്ളത്. അതിലും കുറേ ലാവിഷായിട്ടുള്ള റോയൽ റൂംസും അവരുടെ ഹാൾസും അവർ യൂസ് ചെയ്ത ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഹെർമിറ്റേജ് എന്ന് പറയുന്ന മ്യൂസിയത്തിൽ നമുക്ക് സ്മോൾ ഹെർമിറ്റേജ്, ഓൾഡ് ഹെർമിറ്റേജ്, ന്യൂ ഹെർമിറ്റേജ് ആൻഡ് ഹെർമിറ്റേജ് തിയേറ്റർ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു പാലസും ഹെർമിറ്റേജ് മ്യൂസിയം നമുക്ക് ഫുള്ളായിട്ട് കണ്ടു തീർക്കാൻ പറ്റില്ല.
ഇനി വിന്റർ പാലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഹൃദയം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെയായിരുന്നു രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ താമസിച്ചിരുന്നത്. അധികാരവും ആഡംബരവും സുരക്ഷയൊക്കെ നിറഞ്ഞൊരു സ്ഥലം തന്നെയായിരുന്നു. പക്ഷേ റഷ്യൻ റവല്യൂഷൻ്റെ സമയത്ത് 1970 ഇതിൻ്റെ കഥയൊക്കെ ആകെ അങ്ങ് മാറി. പൊതുജനം ഈ കൊട്ടാരത്തിന് എതിരെ നിൽക്കാൻ തുടങ്ങി. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അങ്ങനെ വലിയ യുദ്ധം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടന്നില്ല. പക്ഷേ എന്നാലും ജനങ്ങൾ ഇതിന് എതിരായിട്ട് നിന്നു. അപ്പം ഈ ഒരു കൊട്ടാരം പണ്ടത്തെ പോലെ അതിൻ്റെ ഒരു സമാധാനമൊക്കെ അങ്ങോട്ട് പോയി, ജനങ്ങളുടെ കയ്യിലായി എല്ലാം. അപ്പം ആ ഒരു സാമ്രാജ്യം ആ രാത്രി തന്നെ അവസാനിച്ചെന്ന് പറയാൻ പറ്റും. 1000 മുറിയുള്ള ഒരു കൊട്ടാരം തന്നെയാണ്. പക്ഷേ ഈ 1000 മുറികളിലും സമാധാനം ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിന്റർ പാലസിലെ പല മുറികളും ഞാൻ കാണിക്കുന്നുണ്ട്. ഈ 1000 മുറികളും 1000 രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മുറിയും ഒരുപോലെ നമുക്ക് തോന്നത്തില്ല. ഇപ്പോൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ഒറിജിനൽ ഗോൾഡും പെയിൻറ്റിങ്സൊക്കെ കൊണ്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല പ്രഷ്യസ് ആയിട്ടുള്ള ജെം സ്റ്റോൺസും വില കൂടി അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും നല്ല വിലയുള്ള ഓരോ കല്ലുകൾ വെച്ചിട്ടാണ് ഇവിടുത്തെ പല റൂംസും ഡോർസും വാൾസും സീലിങ്സ് എല്ലാം അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അവർ യൂസ് ചെയ്ത സോഫയും അതുപോലെ തന്നെ ടേബിളും എല്ലാം നല്ലൊരു ആർക്കിടെക്ചർ. നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിലേറ്റവും സങ്കടകരമായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1837 വിന്റർ പാലസിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. അപ്പം വളരെ ചെറിയ മണിക്കൂറുകളിൽ തന്നെ ഭയങ്കര കുറേ ഭാഗം കത്തി നശിച്ചു. ഇപ്പം ഇങ്ങനെ കത്തി നശിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുറേ അലങ്കാരങ്ങളും കുറേ ചിത്രങ്ങളും ചരിത്രങ്ങളൊക്കെ നഷ്ടമായി. അതിനുശേഷം റഷ്യൻ ഭരണകൂടം ഒരു തീരുമാനം എടുത്ത് ഇത് റെനോവേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ വീണ്ടും പണിയാൻ അവർ ആരംഭിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പണി തീർത്തു. അങ്ങനെ പുനർനിർമ്മിച്ച കൊട്ടാരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം അതിൽ ഉണ്ടായിരുന്ന പഴയ ഇതൊക്കെ കത്തി നശിച്ചു. പിന്നീട് അത് റെനോവേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പം ഈ കാണുന്ന കൊട്ടാരം. നമ്മളിപ്പോൾ കാണുന്ന സീലിംഗ് നിനക്കൊന്നും മനസ്സിലാവും, ഫുൾ ഗോൾഡാണ്. ഇത്രയൊന്നും നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഇതുപോലെയൊന്നും പണിയാൻ പറ്റത്തില്ല. കാരണം അത്രയും ഗോൾഡ് വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നേവാ റിവറൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും ഭയങ്കര ലക്ഷറീസ് ആയിട്ടാണ് ജീവിച്ചത്. കാരണം ഇവിടെ നല്ല പ്രഷ്യസ് ആയിട്ടുള്ള ജെം സ്റ്റോൺസും സ്വർണ്ണമൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ കൊട്ടാരത്തിൻ്റെ പുറത്തുള്ള കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദുഃഖകരമായിരുന്നു. കാരണം സാധാരണ ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. അവർക്ക് ദാരിദ്ര്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫായിരുന്നു. ഇത് സഹിക്കാൻ വയ്യാതെയാണ്, ഈ ഒരു കോപം കൊണ്ടാണ് റഷ്യൻ റെവല്യൂഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അവിടെ വിന്റർ പാലസ് ഒരു ഇന്നിക്വാലിറ്റീൻ്റെ ഒരു സിമ്പിളായിട്ട് തന്നെ മാറി എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് ആ ഒരു കലാപം നടക്കുകയും പിന്നീട് ഇതൊരു മ്യൂസിയമായിട്ട് ഓപ്പൺ ആവുകയും ചെയ്യപ്പെട്ടത്. സെവൻറ്റീൻ 1962 ഈ പാലസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് കുറേ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഇവിടെ വേസ്റ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ രാജാവ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്ത് അത് ക്ലീൻ ആക്കാതെ ഇത് ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാം ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ അങ്ങനെ അനൗൺസ് ചെയ്ത സമയത്ത് എല്ലാ ആൾക്കാരും ഈ ആവശ്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ അവർ കൊണ്ടുപോയി. അങ്ങനെ വിതിൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് ഫുൾ ക്ലീനായി. വേൾഡ് വാർ 1 സമയത്ത് ഈ പാലസിലെ പല റൂംസും
ഹോസ്പിറ്റലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അവർക്ക് പരിക്ക് പറ്റിയ സോൾജേഴ്സിനൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂംസൊക്കെ യൂസ് ചെയ്തത്. നമ്മൾ ഈ ഒരു ബിൽഡിംഗ് ശ്രദ്ധിച്ചാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രീൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ്. പക്ഷേ ഈ ഒരു ബിൽഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കളറിലും ഇവർ പെയിൻറ് ചെയ്തിട്ടുണ്ട്. മുന്നേ റെഡിലും പിന്നെ പിങ്ക് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കളർ പെയിൻറ് ചെയ്തത്. ഈ കാണുന്നതാണ് നിക്കോളസ് രണ്ടാമൻ്റെ ലൈബ്രറി. അപ്പോൾ ഇത് പണിതിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ഗോത്തിക് സ്റ്റൈലിലാണ്. ഇപ്പോഴും അദ്ദേഹം വായിച്ച കുറേ ബുക്സ് ഇവിടെയുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈബ്രറിയാണ്. ഈ ഒരു വിൻ്റർ പാലസിലെ ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ റൂംസാണ്. ഇതിനകത്ത് അധികവും വുഡൻ സീലിങ്സും വുഡൻ ആർക്കിടെക്ചറുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
അപ്പോൾ റിയൽ മമ്മീനെ കാണാൻ ഇനി ഈജിപ്ത് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് റഷ്യയിൽ പോയാലും കാണാൻ പറ്റും. ഇത് റിയൽ മമ്മി തന്നെയാണ്, 3000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു മമ്മിയാട്ടോ ഇത്. ഈ ഒരു പാലസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വന്നിറങ്ങുന്നത് വേറൊരു സ്ഥലത്താണ്. നമ്മൾ എൻട്രി ചെയ്തൊരു സ്ഥലത്തല്ല നമ്മൾ വന്നിറങ്ങുന്നത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ ഒരു സ്ട്രീറ്റ് ശരിക്കും പറഞ്ഞാൽ നേവ റിവർ നമുക്ക് കാണാൻ പറ്റും, നേവ റിവർ ബ്രിഡ്ജും കാണാൻ പറ്റും. ഇപ്പം വെള്ളമൊക്കെ നല്ല ഫ്രോസൺ ആയതുകൊണ്ട് നേവ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യില്ല. പക്ഷേ വെള്ളം ഉള്ള സമയത്ത് ഈ നേവ ബ്രിഡ്ജ് ഓപ്പണിംഗ് ഒരു സെറമണി തന്നെയാണ്, അത് കാണേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഹെർമിറ്റേജ് മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് പാർക്കുണ്ട്, അവിടെ നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.